നമസ്കാരം. നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ അഥവാ നിഡാസിലേക്ക് ഏവർക്കും സ്വാഗതം. നിഷും സോഷ്യൽ സംയുക്തമായി നടത്തുന്ന ഒരു ഓൺലൈൻ സെമിനാറാണ് നിഡാസ്. ഭിന്നശേഷിയുള്ളവരുടെ പരിചരണവും എത്ര വേഗം ഫലപ്രദമായി സാധ്യമാക്കാമെന്നും അത് ചെയ്തില്ലെങ്കിലുള്ള അനന്തര ഫലങ്ങളെ കുറിച്ച് രക്ഷിതാക്കളിൽ അവബോധം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിഡാസ് നടത്തുന്നത്. നിഡാസ് ഭിന്നശേഷിയുള്ളവരുടെ രക്ഷകർത്താക്കൾക്കും അവരെ പരിപാലിക്കുന്നവർക്കും വേണ്ടിയാണ്. എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ചയാണ് നിഡാസ് നടത്തുന്നത്. രാവിലെ 10:30 നിഡാസ് നടത്തും. തിരഞ്ഞെടുത്ത വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസും അതിനുശേഷം അതിനെക്കുറിച്ചുള്ള ചോദ്യോത്തര വേളയുമാണ്. നിഡാസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നിഡാസിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ നിഡാസ് ടീമിന്റെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുകയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിഡാസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇന്ന് നിഡാസിന്റെ 50-ാം പതിപ്പാണ്. 50-ാം പതിപ്പ് ആയതുകൊണ്ട് തന്നെ നിഡാസ് എന്ന പ്രോഗ്രാം എങ്ങനെ തുടങ്ങി എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2015 കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു രക്ഷിതാവ്, ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുടെ രക്ഷിതാവ് നിഷിലേക്ക് ഒരു കത്ത് അയക്കുകയുണ്ടായി. കത്തിന്റെ ഉള്ളടക്കം ഇതാണ്: എന്റെ മകന് 10 വയസ്സായി, ബുദ്ധിവൈകല്യമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ അവൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്വന്തം കാര്യങ്ങൾ തനിയെ ചെയ്യാൻ പറ്റും, പക്ഷേ ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ട്. എഴുതുവാനും വായിക്കുവാനും ഒന്നും അറിയില്ല. കുട്ടിയുടെ ബിഹേവിയറൽ പ്രോബ്ലംസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ദീർഘദൂരം സഞ്ചരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ചിലവെല്ലാം വളരെ ഏറെയാണ്. എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം രക്ഷിതാക്കൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിഷു പോലുള്ള സ്ഥാപനങ്ങൾ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് നടത്തിയാൽ നന്നായിരിക്കും. ഈ ഒരു കത്താണ് നിഡാസ് എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ നയിച്ചത്. അങ്ങനെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റുമായി അനേകം ചർച്ചകൾക്ക് ശേഷം 2015 ഒക്ടോബർ 30 നിഡാസ് ആരംഭിച്ചു. അതിനുശേഷം എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ച RPWD ആക്ട് 2016 പ്രതിപാദിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള ഭിന്നശേഷിയും ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ 49 നിഡാസ് നടത്തി ഇന്ന് 50-ാം നിഡാസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 2000-ൽ പരം രക്ഷിതാക്കൾ ഇതിൽ പങ്കെടുക്കുകയും അവരുടെ ഭിന്നശേഷിയും അനുബന്ധ പ്രശ്നങ്ങളെ പറ്റിയുള്ള സംശയ നിവാരണവും ചെയ്യാൻ നിഡാസിന് കഴിഞ്ഞു എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ഇന്നത്തെ ഈ 50-ാമത്തെ നിഡാസിൽ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നതിനായി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും സോഷ്യൽ ജസ്റ്റിസ് ഡയറക്ടറുമായ ശ്രീമതി ഷീബ ജോർജ് IAS മാഡം ചേർന്നിട്ടുണ്ട്. സംസാരിക്കുന്നതിനായി മാഡത്തെ ക്ഷണിക്കുന്നു. നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് 50-ാമത്തെ വർഷമാണ് നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 49 എഡിഷനുകളിൽ ഇവിടുത്തെ സംഗീത പഠനങ്ങളെ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ രക്ഷിതാക്കൾക്കും അതുപോലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ വളരെ പ്രയോജനകരമായ 49 എഡിഷനുകളാണ് പൂർത്തിയാക്കിയിട്ടുണ്ട്. 2015 ആരംഭിച്ച് 2020 ആയപ്പോഴേക്കും ഭിന്നശേഷിയിലെ വിവിധ മേഖലകളിൽ ഇതൊരു ചലനം സൃഷ്ടിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. നിഷിനെ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോജക്റ്റ് ഒരു നാഴികക്കല്ലായി തന്നെ കാണും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഭിന്നശേഷി മേഖലകളിലെയും കുട്ടികളെയും മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും അതുപോലെ ഇതില് പ്രവർത്തിക്കുന്നവരെയും ഒരുപോലെ പ്രയോജനപ്രദമായ രീതിയിലാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കി വരുന്നത്. ഈ 50-ാമത്തെ എപ്പിസോഡില് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ വിഷയത്തിൽ പങ്കെടുത്തവരും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുമാണ് ഈ 50-ാമത്തെ എപ്പിസോഡ് വരെ ഈ പ്രോജക്റ്റിനെ എത്തിക്കാനായിട്ട് കാരണമായി തീർന്നത്. ഈ വിഷയം അവർക്ക് എല്ലാവർക്കും അതാണ്. അതുപോലെ നിഷും
സാമൂഹ്യനീതി വകുപ്പും കൂടി നടപ്പിലാക്കുന്ന ഈ നിഡാസ് പ്രോജക്ട് ഇനിയും കൂടുതൽ എപ്പിസോഡുകൾ അല്ലെങ്കിൽ എഡിഷൻസ് നടത്താൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. അതുപോലെ വളരെ വിജയകരമായി ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനം അർപ്പിക്കുന്നു. ഇന്ന് അതുപോലെ ഇനി ഉള്ള വിഷയങ്ങളിൽ ഓരോ വിഷയങ്ങളും ഭിന്നശേഷി മേഖലകളിലെ അക്കാഡമിക് തലത്തിൽ മാത്രമല്ല ഏറ്റവും മൈനോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ആശയവിനിമയം നടത്തുന്നു, സംശയ നിവാരണം നടത്തുന്നു. അത് ഒരുപാട് പേരെ സഹായകരമായ രീതിയിൽ ആക്കുകയും ചെയ്യുന്നുണ്ട്. കൂടി എല്ലാവർക്കും അഭിനന്ദനം അർപ്പിക്കുന്നതോടൊപ്പം എല്ലാ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. നമ്മൾ ഇന്നത്തെ നിവാസ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ ക്ലാസിന്റെ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് മിസ് ശാന്തി ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം ശാന്തി. ഇനി ഇന്നത്തെ വിഷയം പ്രായമായവരുടെ ഫലപ്രദമായ ആശയവിനിമയത്തിനായി കോഗ്നിറ്റീവ് ഹെൽത്ത് മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത. or promoting cognitive health for effective communication in aging adults. മനുഷ്യന്റെ മാനസിക പ്രക്രിയയിലെ ഏറ്റവും ശ്രേഷ്ഠമായ കഴിവുകളിൽ ഒന്നാണ് കോഗ്നിഷൻ. ബുദ്ധിശക്തിയും ചിന്താശക്തിയും ഒക്കെ ചേർന്നിരിക്കുന്ന ഈ കോഗ്നിഷൻ ആശയവിനിമയത്തിൽ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. എന്നാൽ മധ്യവയസ്സിലേക്ക് കടക്കുമ്പോൾ ഇതിനെല്ലാം ബലഹീനത കാണപ്പെടുന്നു. അപ്പൊ ഈ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നത്? ഈ വെല്ലുവിളികൾ വരാതെ എങ്ങനെ നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ വൈകിപ്പിക്കാം? അതിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് എന്തൊക്കെ എക്സസൈസസ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് പ്രധാനമായും സംസാരിക്കുന്നത്. ഇന്നത്തെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ വിനിത മേരി ജോർജ്, അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി, നിഷ്. മാഡം കഴിഞ്ഞ 15 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. മാഡത്തിന്റെ സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് എന്ന് പറയുന്നത് ഫ്ലുവൻസി ഡിസോർഡേഴ്സും കോഗ്നിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സുമാണ്. ഇന്നത്തെ ഈ ക്ലാസ് എടുക്കുന്നതിനായി മാഡത്തെ ക്ഷണിക്കുന്നു. താങ്ക് യു സംഗീത. ആദ്യമായി തന്നെ ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു നിഷിന്റെ നിഡാസ് ടീമിനോടും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനോടും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് ഇന്ന് അവസരം നൽകിയതിനായിട്ട്. നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വിഷയം തന്നെയാണ് ഇന്നത്തെ ഈ നിഡാസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആശയവിനിമയം നടത്തുക എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നുള്ളത്. ആശയവിനിമയം നമ്മൾ എല്ലാ ഘട്ടത്തിലും ചെയ്യുന്നുണ്ട്. നമ്മളുടെ ജോലി സ്ഥലത്തിലായാലും നമ്മളുടെ കുടുംബജീവിതത്തിലായിരുന്നാലും നമ്മളെ സ്കൂളില് കോളേജുകളിൽ എവിടാണെങ്കിലും ആശയവിനിമയം നമ്മൾ നടത്താറുണ്ട്. അത് ഫലപ്രദമായിട്ട് നടത്തിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ അർത്ഥവത്തായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആശയവിനിമയം ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെ ആണ്. എന്നാൽ ഈ ആശയവിനിമയം നമ്മൾ നടത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളില് മറ്റ് പല മാനസിക പ്രക്രിയകളും കൂടെ ഉൾപ്പെടുന്നുണ്ട്. ഈ മാനസിക പ്രക്രിയകളെല്ലാം കൂടി ചേർന്നാണ് നമ്മൾ കോഗ്നിഷൻ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എബിലിറ്റീസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഹെൽത്ത് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഈ കോഗ്നിറ്റീവ് സ്കിൽസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എബിലിറ്റീസ് നമ്മളുടെ ആശയവിനിമയത്തിന് വലിയൊരു പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ഈ സ്കിൽസ് നമ്മൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആശയവിനിമയത്തിൽ ബ്രേക്ക് ഡൗൺസ് വരാം, കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് തകരാറുകൾ സംഭവിക്കാം. നമ്മളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മളുടെ തോട്ട്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചെന്ന് വരില്ല. കമ്മ്യൂണിക്കേഷൻ പല രീതിയിലും നമുക്ക് നടത്താം. ഇപ്പം ആശയവിനിമയം നടത്തുന്നത് സംസാരത്തിലൂടെ മാത്രമല്ല, നമ്മൾക്ക് ആക്ഷൻസിലൂടെ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് എഴുതി നമ്മളുടെ ഐഡിയാസ് അല്ലെങ്കിൽ തോട്ട്സ് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ പല മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ പല രീതികളുണ്ട്. ഏത് രീതി ആയിരുന്നാലും ഈ പറയുന്ന മാനസിക പ്രക്രിയകൾ കോഗ്നിറ്റീവ് സ്കിൽസ് നമുക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. അപ്പം ഈ ഒരു കോഗ്നിഷനും കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ബന്ധം, ഇത് തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ, ഇതിനെ നമ്മൾക്ക് കോഗ്നിറ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ കഴിവുകൾ നമുക്ക് ആ ഒരു പേരിൽ ഇതിനെ മനസ്സിലാക്കി എടുക്കാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം കാണുമ്പോൾ
നമ്മൾ ആ ഇൻഫർമേഷൻ നമ്മൾ ആദ്യം കേൾക്കുവോ കാണുവോ അല്ലെങ്കിൽ നമ്മളുടെ ടേസ്റ്റ്, ടച്ച്, അങ്ങനെ നമ്മുടെ സെൻസറി സ്കിൽസ്, നമ്മുടെ സെൻസറി പെർസെപ്ഷനിലൂടെയാണ് നമ്മൾ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഇപ്പം നമ്മൾ തമ്മിൽ ഒരു ആശയവിനിമയം നടക്കുകയാണ്. അപ്പൊ ഞാനാണിപ്പം സംസാരിക്കുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്റെ സ്ലൈഡ്സ് കാണുന്നു, നിങ്ങൾ എന്റെ ബോഡി ലാംഗ്വേജ് കാണുന്നു. അങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് സെൻസറി സ്കിൽസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ കേട്ട് നല്ല രീതിയിൽ കണ്ട് പെർസീവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരു വലിയൊരു കോഗ്നിറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ്. അതുപോലെ തന്നെ ആണ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം പരിസ്ഥിതി ബോധം, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഇപ്പം എത്ര സമയമായി, ഇപ്പൊ രാവിലെയാണോ വൈകുന്നേരമാണോ, ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ, അതിൽ സമയം, കാലം, പരിസ്ഥിതിയോടുള്ള ബോധം. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഇപ്പം സ്ട്രോക്ക് ബാധിച്ചവർ അല്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് ഒക്കെ സംഭവിച്ചിരിക്കുന്നവരുടെ ഇടയിൽ നമുക്ക് പലരുടെയും ഈ ഓറിയന്റേഷൻ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പം ഈ ഓറിയന്റേഷൻ നഷ്ടപ്പെട്ടാൽ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവുകയില്ല. അപ്പം ഓറിയന്റേഷൻ ഉണ്ടാവുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കോഗ്നിറ്റീവ് സ്കില്ല് തന്നെയാണ്. മൂന്നാമതായിട്ട് നമുക്ക് കാണാവുന്നത് ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ. നമ്മൾ ഏതൊരു കാര്യം ചെയ്തിരുന്നാലും, ഏതൊരു കാര്യം കേട്ടാലും കണ്ടാലും, ഏതൊരു ഇൻഫർമേഷൻ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാലും അതിനാദ്യം വേണ്ടിയത് ശ്രദ്ധയാണ്. നമ്മളിപ്പോ ഒരു കാര്യം കാണുന്നു അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കുന്നു, കേട്ടാൽ മാത്രം പോരാ, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കാണണം. ആ അറ്റൻഷൻ വളരെ ആവശ്യമാണ്. അപ്പൊ പ്രത്യേകിച്ചും നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ ഈ പറയുന്ന ശ്രദ്ധ കുറവ് നമ്മൾ കാണിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാതെ പോകും, ഗ്രഹിക്കാതെ പോകും. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ ഒരു പക്ഷേ കേൾക്കുന്നു, കാണുന്നു, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നു, ശ്രദ്ധയോടെ കാണുന്നു, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കൂ. നാലാമതായി ഉള്ളത് മെമ്മറി അല്ലെങ്കിൽ ഓർമ്മശക്തി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് തന്നെയാണ്. എല്ലാവർക്കും പരിചിതമായ ഒരു മാനസിക പ്രക്രിയയാണ് ഓർമ്മശക്തി ഉണ്ടാവുക എന്നുള്ളത്. അപ്പം എല്ലാ കാര്യവും ഓർത്ത് വെക്കാനുള്ള കഴിവ്. ഓർമ്മശക്തി അല്ലെങ്കിൽ മെമ്മറിയും പല തരത്തിലുണ്ട്, പല ടൈപ്സ് ഉണ്ട്. നമുക്ക് ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, അതായത് കുറച്ച് നിമിഷങ്ങൾ മുൻപ് നടന്ന ഒരു കാര്യം അല്ലെങ്കിൽ കേട്ട ഒരു കാര്യം അല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യം അത് ഓർത്ത് വെക്കാം. ആ ഒരു കഴിവിന് ഷോർട്ട് ടേം മെമ്മറി സ്കിൽസ് എന്ന് പറയും. ലോങ് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നാളെ മുൻപ്, അതായത് 1 മണിക്കൂർ മുൻപ് അല്ലെങ്കിൽ 2 മണിക്കൂർ മുൻപ് അല്ലെങ്കിൽ ഒരു ദിവസം മുൻപ്, മാസങ്ങൾ മുൻപ് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ട കാര്യങ്ങൾ അതെല്ലാം ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ലോങ് ടേം മെമ്മറി. അതേപോലെ പലതരത്തിലുള്ള മെമ്മറി സിസ്റ്റംസ് ഉണ്ട്. ഉദാഹരണത്തിന് പ്രോസ്പെക്റ്റീവ് മെമ്മറി. പ്രോസ്പെക്റ്റീവ് മെമ്മറി എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഭാവി ചെയ്യേണ്ട ഒരു കാര്യം ഓർത്ത് വെക്കുക എന്നുള്ളത്. ഉദാഹരണം, ഇപ്പം എനിക്ക് നാളെ എൻ്റെ ഒരു കൂട്ടുകാരോട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം, അല്ലെങ്കിൽ നാളെ ഓഫീസിൽ പോകുമ്പം എനിക്ക് ഇന്നയാളോട് ഒരു കാര്യം അത്യാവശ്യമായിട്ട് പറയണം എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർത്ത് വെച്ചാൽ മാത്രമേ എനിക്ക് പിറ്റേ ദിവസം ഓഫീസിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവരോട് ആ കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആ ഒരു ഓർമ്മശക്തി എനിക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പിറ്റേ ദിവസം ആ ഒരു ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ചെയ്തില്ല എങ്കിൽ ഒരു പക്ഷേ അതിന്റെ കോൺസിക്വൻസസ് വേറെ ആയിരിക്കാം. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കാം. അതുകൊണ്ട് മെമ്മറി സിസ്റ്റം, നമ്മളുടെ മനസ്സിൽ നമ്മൾ പല കാര്യങ്ങളും ഓർത്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനിപ്പോ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം പോരാ, അത് കേട്ടിട്ട് ഉടനെ നിങ്ങൾ അത് സ്റ്റോർ ചെയ്യാണ്. നിങ്ങളുടെ ഒരു ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് അത് ആദ്യം പോയിട്ട് പിന്നീട് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോവുകയാണ്. അപ്പൊ ആ ഒരു സ്റ്റോറേജ് സിസ്റ്റമിൽ ഈ ഇൻഫർമേഷൻ എല്ലാം ചെല്ലുന്നത് കൊണ്ടാണ് മനസ്സിലാക്കാനും അത് ഗ്രഹിക്കാനും സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കുറച്ച് പ്രക്രിയകളാണ് ഇപ്പൊ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് നമ്മളുടെ സെൻസറി പെർസെപ്ഷൻ ആണ്, 2 ഓറിയന്റേഷൻ, 3 ശ്രദ്ധ, 4 ഓർമ്മശക്തി. അതുപോലെ തന്നെ മറ്റ് പ്രക്രിയകളുള്ളത് പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഇതിപ്പം പ്രശ്നങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പം വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, നമ്മളുടെ ദൈനംദിനം പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു കടയിൽ പോകുന്നു, സാധനം വാങ്ങിക്കുന്നു, ആ സാധനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് തിരിച്ച് ബാലൻസ് എത്ര
എടുക്കണം എന്നുള്ള ആ ഒരു മെന്റൽ കാൽക്കുലേഷൻ നിങ്ങൾ നടത്തുന്നത് ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ. അതുപോലെ തന്നെ ഇപ്പം നമ്മളെ ഒരാൾ പരിചയപ്പെടുന്നു, അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇന്നാരുടെ മകളാണ് അല്ലെങ്കിൽ ഇന്നാരുടെ മകളുടെ മകളാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആശയവിനിമയം ചെയ്യുമ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ധാരാളം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവ് തന്നെയാണ്. പിന്നീടുള്ളത് ആസൂത്രണം ചെയ്യുക, പ്ലാനിങ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുക, ജഡ്ജ്മെന്റ്. നമ്മൾ പറയുന്ന ഓരോ കാര്യവും നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് പറയുന്നത്. തോട്ട്സ്, നമ്മളുടെ ഐഡിയാസ്, ഞാൻ ഒരാളോട് സംസാരിക്കാനായിട്ട് എന്തൊക്കെ പറയണം, ഏതൊക്കെ രീതിയിൽ പറയണം എന്നുള്ളതിനെ കുറിച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് എനിക്ക് ഉണ്ടാവണം. അത്തരത്തിലുള്ള ഒരു പ്ലാനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും പറയാം, അവർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വ്യക്തമാക്കുകയും പ്ലാനിങ് വളരെ അത്യാവശ്യമായിട്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളോട് ആശയവിനിമയം നടത്തുമ്പോഴാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയാൽ ശരിയാണോ തെറ്റാണോ, അതിൽ പിന്നീട് എന്താണ് അവർക്ക് പ്രതികരണം ഉള്ളത്, ഇതൊക്കെ ആ ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ പറഞ്ഞതിനോട് അവർ യോജിക്കുന്നു, അതെല്ലാം ഒരു കോഗ്നിറ്റീവ് സ്കില്ല് തന്നെയാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പരസ്പരം നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട്. പിന്നുള്ള പ്രക്രിയ എന്ന് പറയുന്നത് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള വേഗം, പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാൻ. നമ്മൾ ഒരു ഇൻഫർമേഷൻ നമ്മൾക്ക് നമ്മൾ അത് മനസ്സിലാക്കുന്നത്, എന്നാൽ നമ്മൾ എത്ര വേഗത്തിലാണ് അത് മനസ്സിലാക്കുന്നത് അതും അത്യാവശ്യം. ചില കാര്യങ്ങൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും പ്രോസസ് ചെയ്ത്, ചിലത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നതാണ് ഒരു നല്ലൊരു കഴിവ്. നമ്മൾ പ്രത്യേകിച്ചും കമ്മ്യൂണിക്കേഷനിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ ഒരു സ്പീഡ് പ്രോസസ്സിംഗ് പോയാൽ അതേപോലെ വേറെ ഒരു പ്രക്രിയ ഉള്ളതാണ് മൾട്ടി ടാസ്കിങ്. ഒരേ സമയം ഇതിലേറെ നമ്മളെല്ലാവരും ഇത് ചെയ്യാറുണ്ട്. ഒരു കാര്യം ചെയ്യുന്ന ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. ഒരു മൾട്ടി ടാസ്ക്, ഇത്തരത്തിലുള്ള മൾട്ടി ടാസ്കിങ് സ്കില്ല് നമ്മൾക്കില്ല എങ്കിൽ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ടിയ അറ്റൻഷൻ ഒരു കാര്യം ഡിവൈഡഡ് അറ്റൻഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ സംസാരിക്കുകയും സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ പല ഞാനും എക്സ്ക്യൂസ് മീ മാം, ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലിയർ അല്ല. ഇപ്പം ക്ലിയർ ആണോ? ഇപ്പൊ ഓഡിബിൾ ആണ് മാം. ഓക്കെ ഫൈൻ, താങ്ക് യു. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ്. നമ്മൾക്ക് ദൈനംദിനം നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് കോഗ്നിറ്റീവ് സ്കിൽസ് നമ്മൾ ഇവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ബർത്ത് ഡേറ്റ്സ് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ കല്യാണത്തിന്റെ ദിവസം ഡേറ്റ്സ് ഓർത്ത് വെക്കുക. നമ്മളെ ആരെങ്കിലും കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെഡിങ് ഡേറ്റ് എന്നാണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ്സ് ഓർത്ത് വെക്കുക. ഇതെല്ലാം പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ പ്രോസ്പെക്റ്റീവ് മെമ്മറിയാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോവാണ്, ബാങ്കിൽ പോയി നമ്മൾ അവിടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നു. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്ത് ഓരോ കാര്യവും നമ്മൾ സ്റ്റെപ്പ് ബൈ
ബൈ സ്റ്റെപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ATM യൂസ് ചെയ്യുന്നു. ATM യൂസ് ചെയ്യുമ്പോൾ ആ ATM യൂസ് ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു പ്രൊസീജിയർ നടക്കുകയുള്ളൂ ആൻഡ് നമുക്ക് പൈസ കിട്ടുകയുള്ളൂ. അപ്പം ATM കാർഡ് ആദ്യം ഇടുക, പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പം അതിനെല്ലാം ഓരോ ആക്ടിവിറ്റിക്കും ഒരു ഓർഡർ ഉണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്. അപ്പം ആ സീക്വൻസസ് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയും എന്നുള്ളത് ഒരു കോഗ്നിറ്റീവ് സ്കില്ല് തന്നെയാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ ആക്ടിവിറ്റീസിലെല്ലാം നമ്മളിത് യൂസ് ചെയ്യാറുമുണ്ട്. അതുപോലെ ഷോപ്പിംഗ്, നമ്മളെല്ലാവരും ഷോപ്പിങ്ങിന് പോകുന്നു. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ചിലവർ ലിസ്റ്റ് ഉണ്ടാക്കും, ചിലവർ ലിസ്റ്റ് ഉണ്ടാക്കില്ല. കടയിൽ പോകുന്നു, സാധനങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളത് ഓർത്തെടുക്കുക, അത് വാങ്ങിക്കുക. വാങ്ങിച്ചതിന് ശേഷം പൈസ കൊടുത്തിട്ട് ആ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുക. ഇതെല്ലാം ഈ പറയുന്ന ആക്ടിവിറ്റീസിലെല്ലാം കോഗ്നിറ്റീവ് സ്കിൽസ് വളരെ പ്രാധാന്യം നൽകുന്നു. അതുപോലെ തന്നെ ഡയറക്ഷൻസ് ഫോളോ ചെയ്യുക. ഇപ്പം ഞാൻ എന്റെ വീട്ടിലേക്ക് വരാനായിട്ട് ഒരാൾക്ക് ഡയറക്ഷൻസ് നൽകുകയാണെങ്കിൽ ആ ആൾ ആ ഡയറക്ഷൻസ് കേട്ട് അത് ഓർത്ത് വെച്ച്, മനസ്സിൽ ഓർത്ത് വെച്ച് ആ ഡയറക്ഷൻസ് ഓരോന്നോരോന്നായിട്ട് വീണ്ടും റിഹേഴ്സ് ചെയ്തിട്ടാണ് ആ എന്റെ വീട് വരെ എത്തുന്നത്. അപ്പം ആ എന്റെ വീട്ടിൽ എത്തുന്നിടം വരെ ആ ആളുടെ മനസ്സിൽ ഈ ഡയറക്ഷൻസ് റിഫ്രഷ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഓർത്ത് അത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് ആക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. റൈറ്റിലോട്ട് തിരിയണോ, ലെഫ്റ്റിലോട്ട് തിരിയണോ, അങ്ങനെ ആ ഒരു മെമ്മറിയിലൂടെയാണ് ആ പ്രോസസ്സ് അവിടെ നടപ്പിലാക്കുന്നത്. ഇതേപോലെ നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻസും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിന്റെ സീക്വൻസിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിൽ മാത്രമല്ല നമ്മളുടെ മറ്റ് പല ആക്ടിവിറ്റീസിലും ഈ കോഗ്നിറ്റീവ് സ്കിൽസ് വളരെ ആവശ്യമുള്ള കാര്യം. എന്നാൽ കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുമ്പോൾ ഈ കോഗ്നിറ്റീവ് സ്കിൽസ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു സെഷൻ ഞാൻ നിങ്ങളുടെ കൂടെ എടുക്കുമ്പോൾ എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു അറിവുണ്ടാവണം. നോളജ് വേണം. അതിനുള്ള അപ്രോപ്രിയേറ്റ് വേർഡ്സ്, ടെർമിനോളജീസ് എന്തൊക്കെയാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല അറിവുണ്ടാവണം. അപ്പം എന്താണ് പറയുന്നത്, ആ ഒരു കണ്ടന്റ്, സംസാരത്തിൽ ഉപയോഗിക്കുന്ന കണ്ടന്റ്, അല്ലെങ്കിൽ ഞാൻ ആക്ഷൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ എന്ത് ആക്ഷൻസ് ആണ് ഞാൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ്, അത് ഒരു കോഗ്നിറ്റീവ് സ്കില്ലാണ്. എന്താണ് ഞാൻ പറയേണ്ടത് എന്നുള്ളത് അറിയാന്നുള്ളത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ഈ കാര്യം എന്തിനു പറയുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നു, അവരോട് ഞാൻ എന്തുകൊണ്ട് ഈ വിഷയം പറയുന്നു, അവർക്ക് ഈ വിഷയമായിട്ട് ബന്ധമുള്ളത് കൊണ്ട്. ഞാൻ ഈ വിഷയം മറ്റുള്ളവരോട് പറയില്ല, ഈ ആളോട് പറയും. അപ്പം ആ ഒരു തിരിച്ചറിവ്, ആ ബോധം, ഇയാളോട് പറയാവുന്ന കാര്യമാണ്, മറ്റേ ഒരാളോട് പറയാൻ പറ്റത്തില്ല. അപ്പം ആരോട് എന്ത് എങ്ങനെ പറയണം എന്നുള്ളതെല്ലാമാണ് ഈ കോഗ്നിറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം എങ്ങനെ അവതരിപ്പിക്കണം, അവരോട് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണോ, അല്ലെങ്കിൽ ബ്രീഫായിട്ട് ചെറിയ സെന്റൻസസിൽ ചെറിയ ഇൻഫർമേഷൻ ആയിട്ട് കൊടുത്താൽ മതിയോ, ഇത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ഡിസിഷൻ മേക്കിങ്ങും എല്ലാമാണ് കോഗ്നിറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ, അവർക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നോ, അവരുടെ ഇൻട്രസ്റ്റ് മാറിയോ, ഇതൊക്കെ തിരിച്ചറിയാനുള്ള ബോധവും നമ്മൾക്ക് ഉണ്ടാവണം. അതിനനുസരിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ചിലപ്പം അത് മോഡിഫൈ ചെയ്തെന്നിരിക്കും, നമ്മൾ അതിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയെന്നിരിക്കും. അപ്പം ആ നമ്മളെ കേൾക്കുന്ന ആളുടെ അല്ലെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുടെ ഇൻട്രസ്റ്റും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ഇമോഷൻസും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തെ മാറ്റുക എന്നുള്ളതും ഒരു കോഗ്നിറ്റീവ് സ്കില്ല് തന്നെയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും കാര്യമാക്കാതെ നമ്മൾ പറയാനുള്ളത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ അവിടെ കമ്മ്യൂണിക്കേഷൻ എൻഡ് ചെയ്യാണ്. എന്നാൽ അങ്ങനെ ചെയ്താൽ അവിടെ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടന്നെന്ന് വരില്ല. അപ്പം ഇത്തരത്തിലുള്ള സ്കിൽസ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്കിൽസ് നമ്മൾ പ്രായമാവുന്നതിനോടനുബന്ധിച്ച് ഈ പറയുന്ന സ്കിൽസ് ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാറുണ്ട്.
അത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അനുഭവിക്കപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പ്രായമാവും തോറും നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരാറുണ്ട്. നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെ ചേഞ്ചസ് ധാരാളം വരാറുണ്ട്. നമ്മളുടെ സ്കിൻ ചേഞ്ചസ് ഉണ്ടാവും, നമ്മളുടെ മുടിയുടെ കളർ മാറും, വെളുക്കാൻ തുടങ്ങും. അങ്ങനെ പലതരത്തിലുള്ള ചേഞ്ചസ്, നമുക്ക് സ്റ്റാമിന കുറയും, നമ്മളുടെ എനർജി ലെവൽസ് കുറയും. അങ്ങനെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് നമ്മൾക്ക് അനുഭവിക്കപ്പെടാറുണ്ട് പ്രായത്തിനോടനുബന്ധിച്ച്. അതേപോലെ തന്നെ നമ്മളുടെ കോഗ്നിറ്റീവ് സ്കിൽസിലും കുറച്ച് മാറ്റങ്ങൾ നമ്മൾക്ക് കാണാൻ ഇടയാകും, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങാറുണ്ട്. അത്തരത്തിലുള്ള കുറവുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്കിൽസിൽ വരുന്ന മാറ്റങ്ങൾ അതൊരു നോർമൽ ഏജിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അനുഭവിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു നോർമൽ ഏജിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പ്രോബ്ലം ഒരു അളവിന്റെ അപ്പുറം കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി വളരെയധികം കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇത് നമ്മളുടെ ദൈനംദിനം ആക്ടിവിറ്റീസിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു, അങ്ങനെയൊക്കെ പ്രോബ്ലംസ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു നോർമൽ ഏജിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതൊരു പെത്തലോജിക്കൽ ഏജിങ് അല്ലെങ്കിൽ ഒരു ഡിസോർഡറിന്റെ ലക്ഷണങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു നോർമൽ ഏജിങ് പ്രോസസ്സിൽ പല ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവിക്കപ്പെടാറുണ്ട്. അത് കൂടാതെ അത് ഗുരുതരമാവാതെയും അതുപോലെ അത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ഒരുപാട് ബാധിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്താണ് ഈ കുറവുകൾ? പ്രായത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ പ്രായത്തിനോട് ബന്ധപ്പെട്ട് എന്താണ് ഈ കോഗ്നിറ്റീവ് സ്കിൽസിൽ ഉണ്ടാവുന്ന ഡെഫിസിറ്റ്സ് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ എന്താണ് അനുഭവിക്കപ്പെടാറുള്ളത്? അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം സെൻസറി സ്കിൽസ് കുറയുക എന്നുള്ള. അതായത് പ്രായമാവുന്നതിനോടനുബന്ധിച്ച് നമ്മുടെ കാഴ്ചശക്തി കുറയുന്നു, നമ്മളുടെ കേൾവി ശക്തി കുറയുന്നു. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏജ് റിലേറ്റഡ് ഹിയറിംഗ് ലോസ്, വിഷൻ പ്രോബ്ലംസ്. അപ്പം അങ്ങനെ കേൾവിയിൽ കുറവ് വരുമ്പോൾ, കാഴ്ചയിൽ കുറവ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളത്. അപ്പം കേൾവിക്ക് കുറവ് വരുന്ന ഉടനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, ഹിയറിംഗ് എയ്ഡ് വെക്കുന്നു. എന്തിനാ നമ്മൾ അതൊക്കെ ചെയ്യുന്നത്? നന്നായി കേൾക്കാനും നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കേൾവി കുറയുക അല്ലെങ്കിൽ കാഴ്ച കുറയുക ഇതൊരു നോർമൽ ഒരു ഏജിങ് പ്രോസസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ സ്പീഡ് ഓഫ് പ്രോസസ്സിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഫർമേഷൻ ഗ്രഹിക്കാനുള്ള വേഗത അതും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. മുൻപ് പെട്ടെന്ന് തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പം അത് പഠിച്ചു വരാൻ സമയമെടുക്കുന്നു. പഠിക്കും ഞാൻ, പക്ഷെ സമയമെടുക്കും. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അതുപോലെ അറ്റൻഷൻ, ശ്രദ്ധക്കുറവ്, അതും പ്രായത്തിനോടനുബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പണ്ടത്തെ പോലെ അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ആയിരുന്ന പോലെ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഒരു കാര്യത്തിൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പം പെട്ടെന്ന് അങ്ങ് ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ ചെറിയ സിംറ്റംസ് നമുക്ക് കാണിക്കാൻ തുടങ്ങും. അതുപോലെ ഡിവൈഡഡ് അറ്റൻഷൻ, ഈ ശ്രദ്ധയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് അതിലെല്ലാം ഒരുപോലെ ഈക്വൽ ആയിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ശ്രദ്ധക്കുറവ് വരുമ്പോഴത്തേനും ആ പറയുന്ന മൾട്ടി ടാസ്കിങ് എന്നുള്ള ആ ഒരു ആക്ടിവിറ്റിയും ചിലപ്പം നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങും. അതുപോലെ ഓർമ്മശക്തി കുറയുക, എവിടെ നിന്നാണ് ഞാൻ എവിടെ കേട്ടതാണ് ആ കാര്യം, അല്ലെങ്കിൽ ആ പേര് ഞാൻ എവിടെ കേട്ടു, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം എവിടെ നിന്നാണ് ആ സോഴ്സ്, ഇൻഫർമേഷൻ കിട്ടിയ സോഴ്സ് എവിടെ നിന്നാണ്, ആ സോഴ്സ് മെമ്മറി അത് പെട്ടെന്ന് എഫക്റ്റഡ് ആവാറുണ്ട് പ്രായത്തിനോടനുബന്ധിച്ച്. അപ്പം എവിടുന്ന് ഞാൻ ആ ഇൻഫർമേഷൻ എനിക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. അതുപോലെ ഷോർട്ട് ടേം മെമ്മറി, അതും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ്. ലോങ് ടേം മെമ്മറി പിന്നെയും പലരിലും ഇൻടാക്ട് ആയിട്ട് തന്നെ ഇരിക്കുന്നത് ആയിട്ട് കാണാം. പക്ഷെ ഷോർട്ട് ടേം മെമ്മറിയിൽ പ്രോബ്ലംസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രായമാവുന്നതിനനുസരിച്ച്. അപ്പം പെട്ടെന്ന് കണ്ണാടി എവിടെ വെച്ചു എന്നുള്ളത് മറന്നു പോവുക, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ മറന്നു പോവുക,
അല്ലെങ്കിൽ ഞാനിപ്പോ എന്താ പറഞ്ഞേ, ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ എന്താ പറഞ്ഞത്, ആ വേർഡ് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പം അതെല്ലാം ഷോർട്ട് ടേം മെമ്മറിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളുടെ പേര് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പം അതെല്ലാം ഷോർട്ട് ടേം മെമ്മറിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രോസ്പെക്റ്റീവ് മെമ്മറി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാവിയിൽ പിന്നീട് ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള കാര്യത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ, അതിലും ഡിഫിക്കൽട്ടീസ് കാണാറുണ്ട്. നാളെ അല്ലെങ്കിൽ ഇപ്പൊ കടയിൽ നിന്ന് വരുമ്പോൾ പാല് വാങ്ങിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം മരുന്ന് കഴിക്കാൻ ഓർക്കുക. അപ്പൊ അതൊക്കെ അവിടെയൊക്കെ ചിലപ്പം ഓർമ്മക്കുറവ് കാണിക്കാനായിട്ട് ഇടയാകും. അതുപോലെ തന്നെ വാക്കുകൾ പെട്ടെന്ന് കിട്ടാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പെട്ടെന്ന് ആ വേർഡ് കിട്ടുന്നില്ല. നമ്മൾക്കറിയാം ആ വാക്ക് എന്താണെന്ന്, പക്ഷെ അത് നമ്മുടെ വായിലത് വരുന്നില്ല, നമുക്ക് ആ വേർഡ് അങ്ങോട്ട് കിട്ടുന്നില്ല. അല്ലെങ്കിൽ കറക്റ്റ് വേർഡ്, അല്ലെങ്കിൽ ആ അപ്രോപ്രിയേറ്റ് വേർഡ് എന്താണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ചില സാധനങ്ങളുടെ പേരുകൾ പെട്ടെന്ന് കിട്ടാതെ വരുന്നു. ആ സാധനം നമ്മൾ ചിലപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തെന്നിരിക്കും, പക്ഷെ അതിന്റെ പേരെന്താണെന്നുള്ളത് നമുക്ക് ചിലപ്പം പെട്ടെന്ന് ഓർക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, ഇപ്പം ചെറുപ്പകാലത്ത് നമ്മൾ ഓരോ സ്കില്ലും പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ പ്രായമാവുന്നതിനോടനുബന്ധിച്ച് പണ്ടത്തെ പോലെ ആ ഒരു സ്പീഡ് ഓഫ് ലേണിംഗ് അത് എഫക്റ്റഡ് ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിലൊരു കുറവ് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതിനെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ പഠിച്ചതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഓർത്തെടുക്കുക, അതെല്ലാം ബുദ്ധിമുട്ടായിട്ട് തന്നെ കാണാറുണ്ട്. അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, പെട്ടെന്ന് മെന്റൽ കാൽക്കുലേഷൻസ് നടത്തുക, മൈൻഡിൽ തന്നെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നടത്തുക, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് പ്രായത്തിനോടനുബന്ധിച്ച് നമുക്ക് കാണാൻ ഇടയാകുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത്? ഇപ്പം നോർമൽ ഒരു ഏജിങ് പ്രോസസ്സിൽ നമ്മൾ ഇത് കാണുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ കുറവുകൾ ഉണ്ടാവുന്നത്? അതിന്റെ ഏറ്റവും വലിയൊരു കാരണം നമ്മളുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രായത്തിനോടനുബന്ധിച്ച് നമ്മുടെ ബോഡിയിൽ ധാരാളം ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ തലച്ചോറിലും ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളുടെ പ്രായമാവും തോറും നമ്മുടെ തലച്ചോറിലെ പല ഭാഗങ്ങളും അത് ചുരുങ്ങാൻ തുടങ്ങും. നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന്റെ ഫോഴ്സ്, ആ ഫ്ലോ കുറയാറുണ്ട്. അപ്പം അങ്ങനെ പല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കപ്പെടാറുണ്ട്. അപ്പൊ ബ്രെയിൻ ലെവലിൽ ഫങ്ഷൻ ആയാലും അതിന്റെ സ്ട്രക്ചറിന്റെ ലെവലിലായിരുന്നാലും ചേഞ്ചസ് നമുക്ക് കാണാൻ തുടങ്ങും. ആ ചേഞ്ചസ് കാരണമാണ് നമുക്ക് ഈ ഓർമ്മക്കുറവും ശ്രദ്ധക്കുറവും അല്ലാത്ത മറ്റ് പ്രശ്നങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കാറുള്ളത്. ഈ ഫിസിക്കൽ ചേഞ്ചസ് കൂടാതെ നമ്മൾ തന്നെ ഇഫക്റ്റീവായിട്ട് ചില മെത്തേഡ്സ് യൂസ് ചെയ്യാതെ വന്നാലും ഈ പ്രോബ്ലംസ് കൂടാൻ ഇടയാകും. ഇപ്പം ബ്രെയിനിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ചേഞ്ചസ് വരുന്നുണ്ട് പ്രായത്തിനോടനുബന്ധിച്ച്, അതൊരു നോർമൽ പ്രോസസ്സാണ്. എന്നാൽ ഈ ചേഞ്ചസ് കാരണം നമുക്കിപ്പം ഓർമ്മക്കുറവ് വരുന്നു. നമ്മളിപ്പോൾ ഒരു കാര്യം ഓർക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ മറന്നുപോയി, അത് പിന്നീട് അത് മറക്കാതിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പം അവിടെ ഞാൻ എങ്ങനെ അതിനെ റെക്ടിഫൈ ചെയ്യുന്നു? ഞാൻ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ടോ മറക്കാതിരിക്കാൻ? അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കുന്നു, പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ ഇതുപോലെ മറന്നു പോകരുത് എന്നുള്ളത്, അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഒന്നും നമ്മൾ ചിലപ്പം യൂസ് ചെയ്തെന്ന് വരില്ല. അപ്പം അങ്ങനെ നമ്മൾ ഒരു കറക്ഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാവുന്ന ഈ കുറവുകൾ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ അത് ചിലപ്പം കൂടാനും ഇടയാകും. അപ്പം കറക്ഷൻസും ഐഡന്റിഫൈങ് എറേഴ്സ്, നമ്മൾക്ക് സംഭവിച്ച തെറ്റുകൾ തിരിച്ചറിയാനും അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാതെ വന്നാലും ചിലപ്പം ഈ പ്രോബ്ലംസ് കൂടാൻ ഇടയാകും. അതുപോലെ തന്നെ പലപ്പോഴും അത്യാവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുകയും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. എന്നാൽ നമ്മൾ ഈ ഡിസ്ട്രാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളിലും നമ്മളിങ്ങനെ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ അറ്റൻഷൻ ഡിവൈഡ് ചെയ്യാൻ, കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് ചിലപ്പം സാധിച്ചെന്ന് വരില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബിഹേവിയർ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ അത് പിന്നീട് അത് കൂടാൻ ഇടയാകും, ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി.
അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെത്തേഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കാനുള്ള ചില സ്ട്രാറ്റജീസ് അത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചില ആൾക്കാർ എഴുതിയിടാറുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ അത് വീണ്ടും വീണ്ടും ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് മറന്നു പോകാതിരിക്കാൻ. അപ്പൊ അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനും നമ്മൾ ഓർക്കണം. അപ്പം അത് ഒരു തവണ ഉപയോഗിച്ചാൽ മാത്രം പോരാ, അത് വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യാനും നമ്മൾ ഒരു കാര്യം ഓർത്ത് വെക്കണമെങ്കിൽ അത് റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കണം. ഇത്തരത്തിലുള്ള മെത്തേഡ്സ് നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള കുറവുകൾ അല്ലെങ്കിൽ ഈ അനുഭവിക്കപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ അത് കൂടാനാണ് സാധ്യത. ഈ ബുദ്ധിമുട്ടുകൾ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കോഗ്നിറ്റീവ് സ്കിൽസിൽ വരുന്ന കുറവുകൾ അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ എവറിഡേ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ബിക്കോസ് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ അത് വല്ലാതെ ബാധിക്കും. അത്തരത്തിലുള്ള ഒരു കോഗ്നിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ എന്ന് പറയുന്നതാണ് ഡിമെൻഷ്യ. ഡിമെൻഷ്യ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരാണ്. ഡിമെൻഷ്യ എന്ന് പറയുന്ന ഈ ഡിസോർഡർ അതൊരു സിൻഡ്രോമാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. നമ്മുടെ ഈ പറയുന്ന കോഗ്നിറ്റീവ് സ്കിൽസ് എല്ലാം തന്നെ ഡിമെൻഷ്യയിൽ എഫക്റ്റഡ് ആണ്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് പ്രായമാവുന്നതിനോടനുബന്ധിച്ച് ഈ ഡിമെൻഷ്യ പോലത്തെ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഒരു അസുഖം നോർമൽ ഒരു ഏജിങ് പ്രോസസ്സിൽ നിന്ന് ഇച്ചിരി വ്യത്യാസമാണ്. എന്താന്ന് വെച്ചാൽ ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, പിന്നെ ആൾക്കാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഒത്തിരി കൂടുതലാണ്. അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ വരെ ഇത് ബാധിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പം എന്നും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും മറന്നു പോവുക ചെയ്യാനായിട്ട്. ഇപ്പം കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കുളിക്കാൻ പോകുമ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്കാണ് ഈ ഡിമെൻഷ്യ എന്ന് പറയുന്ന രോഗം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പം ഈ രോഗം ലോകമെമ്പാടും ഇതിന്റെ നമ്പർ വളരെ അധികമാണ്. ഇപ്പം 2010 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏകദേശം 35.6 മില്യൺ ആൾക്കാർക്കാണ് ഈ ഡിമെൻഷ്യ എന്നുള്ള അസുഖം ബാധിച്ചിരിക്കുന്നത്. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠനങ്ങൾ പറയുന്നത് നമ്മളുടെ ചൈന, ഇന്ത്യ, നമ്മളുടെ രാജ്യം, പിന്നെ അതുപോലെ സൗത്ത് ഏഷ്യൻ കൺട്രീസ്, ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ പോപ്പുലേഷൻ പൊതുവെ കൂടുതലാണ്. അപ്പം പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ള കൺട്രീസിൽ ഏജ്ഡ് പോപ്പുലേഷനും കൂടുതലായിരിക്കും. അപ്പം പ്രായമുള്ളവരുടെ എണ്ണം കൂടാനാണ് സാധ്യത. അപ്പം ഇങ്ങനെയുള്ള കൺട്രീസിലാണ് ഡിമെൻഷ്യ പോലത്തെ അസുഖങ്ങൾ കൂടുതൽ കാണാനും സാധ്യത. അതുകൊണ്ട് നമ്മൾ ഈ ഒരു അസുഖം ത്തിന്റെ എണ്ണം സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇനിയും വരുന്ന ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 20-30 വർഷം കഴിയുമ്പോൾ ഇതിന്റെ എണ്ണം ഡബിൾ ആവാനാണ് സാധ്യത എന്നാണ് ഇവരുടെ നിഗമനം. അപ്പം ഈ പറയുന്ന കണക്കുകൾ നമുക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ എന്താന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ അഡൽട്ട്ഹുഡിൽ ഉള്ള ആൾക്കാർ, നമ്മളിപ്പം അഡൽട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പല സ്റ്റേജസ് അല്ലെങ്കിൽ പല ഫേസസ് ഉണ്ട്. നമ്മൾ യങ് ഏജ് ഉണ്ട്, ചെറുപ്പക്കാർ, യങ്ങർ ഏജ് ഉണ്ട്, മിഡിൽ ഏജ് ഉണ്ട്, അതുപോലെ ഓൾഡർ ഏജ് ഉണ്ട്, പ്രായമുള്ളവർ, വളരെയധികം പ്രായമുള്ളവർ. അപ്പം ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള അഡൽട്ട്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മിഡിൽ ഏജിലുള്ള ആൾക്കാർ അവരാണ് ഒരു പക്ഷേ ഇനിയും ഒരു 10 to 20 years കഴിയുമ്പോൾ ഓൾഡർ ഏജ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരാൻ പോകുന്നത്. അപ്പം അവരുടെ ഇടയിൽ ഡിമെൻഷ്യ പോലത്തെ രോഗങ്ങൾ കൂടാൻ ഉള്ള സാധ്യത അധികമാണ് എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഒരു കെയർ അല്ലെങ്കിൽ ഒരു പ്രതിരോധ നടപടികൾ നടത്തണം എന്നുണ്ടെങ്കിൽ ഈ ഡിമെൻഷ്യ പോലത്തെ അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽസിൽ വരുന്ന കുറവുകൾ കൂടാതെ അതിനെ തടയാനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അതിനു മുൻപ് ചെറുപ്പപ്രായത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് മിഡിൽ ഏജ് എന്ന് പറയുന്ന ആ ഒരു പ്രായം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ് അഡൽട്ട്ഹുഡിൽ. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, മിഡിൽ ഏജ് എന്ന് പറയുമ്പം പല പ്രത്യേകതകളുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ്. മധ്യവയസ്സ് എന്ന് പറയുമ്പം സാധാരണ ഒരു ക്ലാസിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ ഏകദേശം ഒരു 35-40 വയസ്സ് തൊട്ട് ഒരു 60-65 വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ മിഡിൽ ഏജ് എന്ന് പറയുന്ന ഏജ് ഗ്രൂപ്പ്. അപ്പം ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ
ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പം ഫാമിലി ലൈഫ് ഉണ്ടാവും, ജോലി ഉണ്ടാവും, സോഷ്യൽ ലൈഫ് ഉണ്ടാവും, അങ്ങനെ മൾട്ടിപ്പിൾ ഒരു എൻവയൺമെന്റ്, ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അപ്പം ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു ഏജ് ഗ്രൂപ്പാണ്. അപ്പം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ഈ കോഗ്നിറ്റീവ് ഡിമാൻഡ് വളരെ ഹൈ ആണ്. നമ്മൾക്ക് ഒരുപാട് കോഗ്നിറ്റീവ്ലി ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുക, സ്കൂളിലെ കാര്യങ്ങൾ നോക്കുക, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, വർക്ക് നോക്കുക, ഫാമിലിയിലെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കുകയും ആ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഒത്തിരി കോഗ്നിറ്റീവ്ലി ചാലഞ്ചിങ് അല്ലെങ്കിൽ ലോഡഡ് ആയിട്ട് വരുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ മിഡിൽ ഏജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഏജിൽ ഇപ്പം ചെറുതായിട്ട് പോലും ഒരു ബുദ്ധിമുട്ട്, കോഗ്നിറ്റീവ് സ്കില്ലിൽ ഒരു കുറവ് അനുഭവിക്കപ്പെടുമ്പോൾ അത് ചിലപ്പം അവരുടെ എവറിഡേ ആക്ടിവിറ്റീസിനെ ബാധിച്ചു തുടങ്ങാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ചെറുതായിട്ട് തുടങ്ങി വരുന്ന പ്രായവുമാണ് ഈ മിഡിൽ ഏജ്. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഓർമ്മക്കുറവുകൾ, ശ്രദ്ധക്കുറവുകളെല്ലാം നമ്മൾ അനുഭവിക്കാറുണ്ട് ഈ ഒരു പ്രായം തുടങ്ങുമ്പോൾ. പ്രത്യേകിച്ചും 50 വയസ്സ് അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് തന്നെ ഈ ബുദ്ധിമുട്ടുകൾ തുടങ്ങാറുണ്ട്. അപ്പം ആ ഒരു സ്റ്റേജ്, ഈ ഒരു പ്രായത്തിൽ ഈ പ്രോബ്ലംസ് തുടങ്ങുന്നത് കൊണ്ട് ഈ ഏജ് ഗ്രൂപ്പ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് തന്നെയാണ്. അതുകൂടാതെ തന്നെ നമ്മൾക്ക് കാണാം ഈ ഒരു ഏജ് ഗ്രൂപ്പ് ചെറുപ്പക്കാരും പ്രായമുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഇപ്പം ചെറുപ്പക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. അവർക്കിപ്പം ചിലപ്പം കോളേജിൽ പോയാൽ മതി അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ മതി, വേറെ റെസ്പോൺസിബിലിറ്റീസോ കമ്മിറ്റ്മെന്റ്സോ ഇല്ല. അതേസമയം പ്രായമുള്ളവര്, മുതിർന്നവര്, അവർക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. അവരെല്ലാം ഒരു പക്ഷേ റിട്ടയർഡ് ലൈഫ് ആയിരിക്കും, അവർക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പം ഈ രണ്ട് ഗ്രൂപ്പിനെ സംബന്ധിച്ച് മിഡിൽ ഏജിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുകൂടാതെ ഈ ഒരു പ്രായത്തിലാണ് നമ്മൾക്ക് ഈ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ പോലത്തെ അസുഖങ്ങൾ ആരംഭിക്കുന്നത്. ഈ മിഡിൽ ഏജ് പീരീഡിലാണ് യൂഷ്വലി ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം ഈ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ പോലത്തെ മെറ്റബോളിക് ഡിസോർഡേഴ്സും നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽസിനെ ബാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള അസുഖങ്ങളും പ്രായത്തിനോടനുബന്ധിച്ചുള്ള പ്രോബ്ലംസും കൂടി ഒത്തുചേർന്ന് വരുമ്പം ഈ ഏജില് കോഗ്നിറ്റീവ് സ്കിൽസ് വളരെയധികം കുറയാൻ സാധ്യത നമുക്ക് കാണാനിടയാകും. അതുകൊണ്ടാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രിവെന്റീവ് മെഷറോ കെയറോ എടുക്കുകയാണെങ്കിൽ ഈ ഏജ് ഗ്രൂപ്പിൽ എടുത്തിരുന്നാൽ, അല്ലെങ്കിൽ ഇതിനു മുൻപേ എടുത്തു തുടങ്ങിയാൽ അത് ഒത്തിരി ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് പറയപ്പെടുന്നു. അപ്പം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഈ പ്രായത്തിനോടനുബന്ധിച്ച് വരുന്ന ഈ കോഗ്നിറ്റീവ് സ്കിൽസിലെ കുറവുകൾ, നമ്മുടെ ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, ഇതിനൊക്കെ എന്താണ് ചെയ്യാൻ പറ്റുക നമുക്ക്? ഇതിനെന്താണ് ഒരു പരിഹാരം? ഒത്തിരി കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിഹാരം മാത്രമേ ഉള്ളൂ. നമ്മളുടെ ബ്രെയിൻ, തലച്ചോറിനെ എപ്പോഴും ആക്റ്റീവ് ആക്കി നിലനിർത്തുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സജീവമായി നിലനിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിന് ബ്രെയിനിന് വ്യായാമം നൽകുക. നമ്മളെല്ലാവരും ഫിസിക്കൽ ഫിറ്റ്നസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രായമാവുന്നതിനോടനുബന്ധിച്ച് സ്റ്റാമിന കൂട്ടാനായിട്ട് നമ്മൾ വാക്സിന് പോകും, ജിമ്മിൽ പോകും, അങ്ങനെ ഒരുപാട് എഫേർട്ട് നമ്മൾ ഇടാറുണ്ട് ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ അപ്പിയറൻസ്, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആന്റി ഏജിങ് ക്രീംസ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ആൾക്കാർ അതൊക്കെ അപ്ലൈ ചെയ്യും സ്കിൻ ചേഞ്ചസ് കാണാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതെല്ലാം ടു ലുക്ക് യങ്, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾക്ക് പ്രായമായില്ല എന്ന് കാണിക്കാനും ഒക്കെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, നടക്കുന്നു, നമ്മൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടി നമ്മൾ ധാരാളം എഫേർട്സ് നമ്മൾ ഇടുന്നു. എന്നാൽ ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ കോഗ്നിറ്റീവ് ഫിറ്റ്നസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് നിലനിർത്തുക എന്നുള്ളത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ എക്സസൈസസ് അല്ലെങ്കിൽ തലച്ചോറിന് വ്യായാമം നൽകി അല്ലെങ്കിൽ ബ്രെയിനിനെ ആക്റ്റീവായിട്ട് വെക്കാൻ സാധിക്കുന്നത്? എന്ത് ബേസിസിലാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത് ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്?
നമ്മുടെ തലച്ചോറിന് നല്ലൊരു കഴിവുണ്ട്. എന്തൊരു ഇൻപുട്ട് കിട്ടിയാലും അതിനോടനുസരിച്ച് അതിൽ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുത്താം. ഇപ്പൊ നമ്മുടെ തലച്ചോറിലെ പല ഭാഗങ്ങളും പ്രായത്തിനോടനുബന്ധിച്ച് ചുരുങ്ങുകയും അതിന്റെ ഫങ്ഷൻസ് കുറയുകയും ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ എന്തൊരു ഇൻപുട്ട് കൊടുത്തിരുന്നാലും എന്തൊരു സ്റ്റിമുലേഷൻ കൊടുത്തിരുന്നാലും നമ്മുടെ ബ്രെയിൻ ഫ്ലെക്സിബിൾ ആണ്. അതിനനുസരിച്ച് അത് വീണ്ടും റിവൈവ് ചെയ്യാനുള്ള സാധ്യത നമ്മുടെ തലച്ചോറിന് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു റിവൈവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളപ്പോൾ നമ്മൾക്ക് മാക്സിമം ട്രെയിനിങ് അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ നമ്മളുടെ ബ്രെയിനിന് നൽകിയാൽ അതിനനുസരിച്ച് ആ ബ്രെയിനിലുള്ള മാറ്റങ്ങൾ കാണാൻ നമുക്ക് ഇടയാകും. അപ്പം നമ്മൾക്ക് ഈ ഓർമ്മക്കുറവുകളെല്ലാം നമുക്കൊരു പക്ഷേ ഒരു പരിധി വരെ നമുക്കതിനെ റിവൈവ് ചെയ്ത് എടുക്കാം, നമുക്കതിനെ റിസോൾവ് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ട്രെയിനിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സസൈസസ് കൊടുക്കുക എന്നുള്ളത്. നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറെ മാറ്റങ്ങൾ നമ്മൾ ഒരു പക്ഷേ കൊണ്ടുവരേണ്ടതായിട്ട് വരും ഈ ഒരു കോഗ്നിറ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് കൊച്ചു പ്രായത്തിലാണ് നമ്മളുടെ തലച്ചോറ് ഏറ്റവും ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഏറ്റവും ട്രെയിനബിൾ. നമ്മൾ കുഞ്ഞു പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കണ്ടാൽ അതിനെ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക അല്ലെങ്കിൽ ഏർലി ഇന്റർവെൻഷൻ നമ്മൾ പറയാറുണ്ട്. അപ്പം ചെറുപ്രായത്തിൽ തന്നെ തലച്ചോറിന്റെ ആക്ടിവിറ്റീസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. നമ്മൾക്ക് ആക്ടിവിറ്റീസ് കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് നമ്മൾക്ക് ബ്രെയിനിലെ ചേഞ്ചസ് നമുക്ക് വരുത്താം. അതേപോലെ തന്നെ പ്രായമാവുമ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾക്ക് ഒരുപക്ഷെ അത്രയും ഒരു ഇമ്പാക്റ്റിലായിരിക്കത്തില്ല, ചെറുപ്രായത്തിലാണ് ഏറ്റവും നല്ല സ്റ്റിമുലേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. എന്നാൽ പ്രായമാവുന്നതിനോടനുബന്ധിച്ചും ഈ ഫ്ലെക്സിബിലിറ്റിയിൽ വലിയൊരു കുറവ് സംഭവിക്കുന്നില്ല. ബ്രെയിനിന് ആ ഒരു കഴിവ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ജിമ്മിൽ പോവുകയും മസിൽസിനെല്ലാം സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾക്ക് ബ്രെയിനിനും കുറെ എക്സസൈസസ് കൊടുത്താൽ ബ്രെയിനിലെ പാർട്സ് സ്ട്രക്ചേഴ്സിനും അത് ആക്റ്റീവായിട്ട് നിലനിർത്താനായിട്ട് അത് സഹായിക്കുന്നതാണ്. അപ്പം എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? എന്ത് തരത്തിലുള്ള എക്സസൈസസ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്താലാണ് നമുക്ക് ഒരു പക്ഷേ നമ്മളുടെ ഈ ഒരു കോഗ്നിറ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്? ഇത് വലിയ വലിയ ടെക്നീക്സോ മെത്തേഡ്സോ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി, നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലില് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് പണ്ടത്തെക്കാട്ടിലും. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഈ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് മെഷീൻ നമ്മൾക്ക് ഉള്ളത്, അതിൽ ഒരുപാട് നമ്മൾ ആശ്രയിക്കുമായിരുന്നു. നമ്മൾ ബ്രെയിൻ ആണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ആ ഒരു ഡിപ്പെൻഡൻസി നമ്മൾ കൂടുതലും മറ്റ് സോഴ്സസ്, മറ്റ് മെഷീനറി അല്ലെങ്കിൽ മറ്റ് ഗാഡ്ജറ്റ്സിലോട്ട് നമ്മളുടെ ഡിപ്പെൻഡൻസി കൂടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് ധാരാളം കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ടെക്നോളജിക്കലി നമ്മളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജസ് വളരെ അധികമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസും ലേശം കുറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റ്സിനോടൊക്കെയുള്ള ഡിപ്പെൻഡൻസി വരുമ്പോഴത്തേനും. അപ്പം നമുക്ക് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഒരു സിമ്പിൾ കാൽക്കുലേഷൻ പോലും ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഫോൺ എടുത്ത് അതിന്റെ കാൽക്കുലേറ്ററിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കടയിൽ പോയാലും നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഫോൺ എടുക്കുക, ഒരു വേർഡ് കിട്ടിയില്ലെങ്കിൽ ഉടനെ ഗൂഗിൾ എടുക്കുക, സെർച്ച് ചെയ്യുക. അപ്പം എല്ലാത്തിനും നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് മെഷീൻ ഉണ്ട്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും നമ്മൾ എപ്പോഴും കാൽക്കുലേറ്ററും കൊണ്ട് നടക്കുകയില്ല. നമ്മൾ കടയിൽ പോകുമ്പോഴൊന്നും കാൽക്കുലേറ്റർ കൊണ്ട് നടക്കത്തില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിലെല്ലാം നമ്മളുടെ ബ്രെയിൻ വളരെ ആക്റ്റീവായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ച് ഇപ്പം ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ചേഞ്ചസും നമ്മളുടെ ഈ കോഗ്നിറ്റീവ് ഹെൽത്തിനെ ബാധിക്കാം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ കുറച്ച് ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ ഈ ഗാഡ്ജറ്റ്സിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ട്
നമ്മൾ മറ്റ് കുറച്ച് എക്സസൈസസും ആക്ടിവിറ്റീസിലും കൂടെ ഇൻവോൾവ് ആവണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന സ്കിൽസ് നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിൽ വളരെ കോമൺ ആയിട്ട് കുറച്ച് ആക്ടിവിറ്റീസും എക്സസൈസസും മാത്രമാണ്. ഇവിടെയും ഞാൻ എക്സാമ്പിൾസ് മാത്രമാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾക്ക് ഇത് കൂടുതൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലത്തെ മറ്റ് പല തരത്തിലുള്ള ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ചെയ്യാം. ഇൻഫാക്ട് നമ്മുടെ ദൈനംദിനം പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ കോഗ്നിറ്റീവ് സ്കിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഏതൊരു ആക്ടിവിറ്റി ചെയ്തിരുന്നാലും നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോൺ സ്റ്റോപ്പ്. അപ്പം ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഐഡിലായിട്ട് ഇരിക്കരുത്. നമ്മളൊന്നും ചെയ്യാതെ നമ്മളുടെ ബ്രെയിനിന് ഒരു ആക്ടിവിറ്റിയും കൊടുക്കാതെ വെറുതെ ഇരുന്ന് ഒരു കാര്യവും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു ചിന്തയില്ല ഒന്നുമില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ബ്രെയിനിലെ സ്ട്രക്ചേഴ്സ് എല്ലാം ഗ്രാജുവലി വീക്ക് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ബ്രെയിനിന് എപ്പോഴും ഒരു എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ നൽകിയിരിക്കുന്നത് വേർഡ് ഗെയിംസ് ആണ്. ക്രോസ് വേർഡ് പസിൽസ് ചെയ്യാം. ഇപ്പം പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് പെട്ടെന്ന് വേർഡ്സ് റിട്രൈവ് ചെയ്യാനും നമ്മുടെ വൊക്കാബുലറിയിലുള്ള വേർഡ്സ് പെട്ടെന്ന് റിട്രൈവ് ചെയ്യാനും ഒക്കെ സഹായിക്കും. പലപ്പോഴും നമ്മൾ ആശയവിനിമയം ചെയ്യുമ്പോൾ നമുക്ക് വേർഡ്സ് കിട്ടുന്നില്ല. കറക്റ്റ് വേർഡ് എന്താണെന്നുള്ളത് നമുക്ക് ചിലപ്പം കിട്ടാതെ വരും. അപ്പം അതൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള ഗെയിംസ് നമ്മളെ സഹായിക്കും. ഇപ്പം ജംബിൾഡ് വേർഡ്സ് ജംബിൾ ചെയ്ത് അതിന്റെ സ്പെല്ലിംഗ് ജംബിൾ ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ലെറ്റേഴ്സ് എല്ലാം അതിൻ്റെതായ ഓർഡറിൽ വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പൊ ആ ഓർഡറിൽ വെക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ വളരെ സിമ്പിൾ പ്രോസസ്സാണ്. എന്നാൽ ആ ഒരു പ്രോസസ്സിൽ ബ്രെയിനിൽ നടക്കുന്ന ആക്ടിവിറ്റി വളരെ അധികമാണ്. അപ്പം ലെറ്റേഴ്സ് സീക്വൻസിലാക്കി മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ഫോം ചെയ്ത് വരുന്നത് ഒരു വലിയൊരു കോഗ്നിറ്റീവ് ടാസ്ക് തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഗെയിംസും ആക്ടിവിറ്റീസും ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ ഹൗ മെനി വേർഡ്സ് കെൻ യു ഫൈൻഡ് എന്ന് പറഞ്ഞ ഒരു ഗെയിം നമ്മളെല്ലാവരും ന്യൂസ് പേപ്പേഴ്സിലും എല്ലാം നമ്മൾ കാണുന്ന ഒരു ഗെയിമാണ്. ഇവിടെ വേർഡ്സ് എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ വേർഡ്സ് ട്രേസ് ചെയ്താൽ മാത്രം മതി. എളുപ്പമാണ്, കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മളത് ട്രേസ് ചെയ്യുമ്പോൾ നമ്മളുടെ അറ്റൻഷൻ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അറ്റൻഷൻ മാത്രമല്ല, നമ്മളുടെ വൊക്കാബുലറി എന്നുള്ള വേർഡ് അതുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു അസോസിയേഷനും നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഗെയിംസ് വേർഡ് റിട്രൈവലിനും വൊക്കാബുലറി റിട്രൈവലിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ റീഡിങ്, വായന. പലർക്കും റീഡിങ് ഒരു ഹോബിയാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇൻഫാക്ട് റീഡിങ് എല്ലാവരും വായന അല്ലെങ്കിൽ റീഡിങ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. എന്താന്ന് വെച്ചാൽ റീഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് വളരെ കോഗ്നിറ്റീവ്ലി വളരെ ഫാക്റ്റാണ്. എല്ലാ ആസ്പെക്ട്സും അതിനകത്തുണ്ട്. നമ്മൾ കോഗ്നിഷനിൽ പഠിച്ച ഓരോ പ്രക്രിയയും റീഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ആ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു, വേർഡ്സിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കുന്നു. കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ വായിക്കുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇത് ശരിയാണോ തെറ്റാണോ, അതിനുള്ള അഭിപ്രായം നമ്മൾ നൽകുന്നു. അപ്പം വളരെ കോഗ്നിറ്റീവ്ലി ടാക്സിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാഡ്ജറ്റ്സിലൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാതെ പറ്റുന്നിടത്തോളം മെന്റൽ കാൽക്കുലേഷൻസ് യൂസ് ചെയ്യുക. ഇപ്പം ഒരു കടയിൽ പോയാൽ ചെറിയ കാൽക്കുലേഷൻസ്, ഇപ്പം വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മളത് ഒരു ഗാഡ്ജറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ ചെറിയ കാൽക്കുലേഷൻസ്, ഇപ്പൊ ഒരു 2 ഡിജിറ്റ് കാൽക്കുലേഷൻസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യുക. ബ്രെയിൻ ഏറ്റവും വലിയ കാൽക്കുലേറ്റർ ആണ്. അപ്പം അത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് നമ്മൾ എവിടെ പോയിരുന്നാലും, ഒരു കടയിൽ പോയാലും ബാങ്കിൽ പോയാലും പറ്റുന്നിടത്തോളം നമ്മളുടെ മെന്റൽ കാൽക്കുലേഷൻസിലേക്ക് കൂടുതൽ ആശ്രയിക്കുക. ഇത് നമ്മുടെ ഓർമ്മശക്തി, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അതെല്ലാം ധാരാളം വർദ്ധിപ്പിക്കും. അതുപോലെ കുക്കിംഗ്, ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. കുക്കിംഗ് അറിയാത്തവർ കുക്കിംഗ് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കുക്കിംഗ് ഒരു വളരെ കോഗ്നിറ്റീവ്ലി ലോഡഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. നമ്മൾ എന്നും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കാം. നമ്മൾ ഒരിക്കൽ പോലും അതിനകത്ത് എന്തൊക്കെ കോഗ്നിറ്റീവ് സ്കിൽസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നതെന്നുള്ളത് നമ്മൾ ചിലപ്പം ചിന്തിക്കത്തു പോലും ഇല്ല. എന്നാൽ കുക്കിംഗ് പോലത്തെ ടാസ്ക്സ് വളരെ കോഗ്നിറ്റീവ്
ട്രിഗറിങ് ആക്ടിവിറ്റീസ് ആണ്. നമ്മുടെ ബ്രെയിനിന് നല്ല ആക്ടിവിറ്റി കൊടുക്കുന്ന ടാസ്ക് ആണ് കുക്കിംഗ് എന്നൊക്കെ പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമ്മൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. ആ ഇൻഗ്രീഡിയൻസ് ഏത് ഓർഡറിലാണ് നമ്മൾ ഇടേണ്ടത്, അതുപോലെ തന്നെ അതിന്റെ അളവ്, ആ ജഡ്ജ്മെന്റ്, ഇത്രയും മതിയോ, ഇതിൽ കൂടുതൽ വേണോ, കുറച്ചുപ്പ് മതിയോ, ആ ഒരു ജഡ്ജ്മെന്റ്. അതുപോലെ ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പം രുചി നല്ലതാണോ, ഇനിയും കൂടുതൽ വേണോ, അതോ കുറച്ചുകൂടെ മധുരം ഇടണോ, എന്താണ് ആ ഒരു ജഡ്ജ്മെന്റ് പ്രോസസ്സ്. ഇൻഗ്രീഡിയൻസ് ഓർത്ത് വെക്കുക, സീക്വൻസ്, സ്റ്റെപ്സ്, നമ്മൾ കുക്ക് ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് ഓർത്ത് വെക്കുക. ഇതെല്ലാം വലിയൊരു സ്കില്ല് തന്നെയാണ്. അപ്പം ഇതും ഒരു എന്നും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതലായിട്ട് ബെനിഫിഷ്യൽ ആണെന്ന് മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പുതിയൊരു ഭാഷ പഠിക്കുക, ന്യൂ ലാംഗ്വേജ്, നമ്മൾക്കറിയാവുന്ന ലാംഗ്വേജസ് കൂടാതെ പുതിയ ഭാഷ പഠിക്കുക എന്നുള്ളതും ഒരു നല്ലൊരു ആക്ടിവിറ്റി തന്നെയാണ്. പുതിയ വേർഡ്സ് നമുക്ക് മനസ്സിലാക്കുകയും അതുമായിട്ടുള്ള അസോസിയേഷൻ, അതിന്റെ മീനിങ്ങുമായിട്ടുള്ള അസോസിയേഷനും എല്ലാം പഠിക്കുന്നത്. ഒരു ന്യൂ ലാംഗ്വേജ് പഠിച്ചാൽ നമുക്ക് കോഗ്നിറ്റീവ് സ്കിൽസ് അവിടെ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. അതുപോലെ വേർഡ്സ് പെട്ടെന്ന് കിട്ടാനുള്ള വേറെ ചില ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ പ്ലാനിങ്, സീക്വൻസിങ്, ഓർഡറിങ്, അത്തരത്തിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഞാനിവിടെ എക്സാമ്പിൾസ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതുപോലെ നിങ്ങൾക്ക് മറ്റ് പല ആക്ടിവിറ്റീസും ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ ജനറേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ക വെച്ചിട്ടുള്ള വേർഡ്സ് ജനറേറ്റ് ചെയ്യുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പം നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പം ക എന്ന് പറയുന്ന സൗണ്ട് കൊണ്ടൊക്കെ കീ, കെറ്റിൽ, അല്ലെങ്കിൽ ക്ലിപ്പ്, കോംബ്, അങ്ങനെ നമ്മൾ ആ ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന വേർഡ്സ് മാത്രം നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന വേർഡ്സ് മാത്രം നമ്മൾ കളക്ട് ചെയ്ത് അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ബാക്കി ലെറ്റേഴ്സ് കൊണ്ട് തുടങ്ങുന്ന വേർഡ്സ് നമ്മൾ അവിടെ മാറ്റി വെക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രോസസ്സ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നുണ്ട്. അപ്പം വേണ്ടിയതും വേണ്ടാത്തതും തമ്മിലുള്ള വേർതിരിച്ചുള്ള ഒരു പ്രക്രിയ, അതെല്ലാം നമ്മുടെ തലച്ചോറിൽ ഈ പറയുന്ന എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം മന്ത്സ് ഓഫ് ദി ഇയർ. ആ മന്ത്സ് ഓഫ് ദി ഇയർ ഒന്ന് റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഡേയ്സ് ഓഫ് ദി വീക്ക് റിവേഴ്സ് ഓർഡറിൽ, ആൽഫബറ്റിക് ഓർഡറിൽ പറയുക. അതെല്ലാം നമ്മൾ വെറുതെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ വളരെയധികം ആക്ടിവിറ്റി നടക്കുകയാണ്. അതുപോലെ ഷോർട്ട് ടേം മെമ്മറിക്ക് നമുക്ക് ഷോർട്ട് ടേം മെമ്മറി, ഓർമ്മശക്തി കൂട്ടാനും അറ്റൻഷൻ കൂട്ടാനും വേണ്ടിയിട്ടും മറ്റ് ചില കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ, നമുക്ക് നമ്മുടെ റൂമിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഒരു 5 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ്സ് എല്ലാ സാധനങ്ങളും ഒന്ന് നോക്കുക. നോക്കിയിട്ട് ജസ്റ്റ് റിക്കലക്ട്, ഒന്ന് ട്രൈ ചെയ്യുക ഓർത്തെടുക്കാനായിട്ട്. ഏതൊക്കെ സാധനങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ഏതൊക്കെ സാധനങ്ങൾ ചുമന്ന നിറത്തിലായിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ സാധനങ്ങൾ നീല നിറത്തിലായിരുന്നു. അത്തരത്തിലുള്ള ഒരു കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ മെമ്മറി ടെസ്റ്റിംഗ് ഈ പറയുന്ന ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സിമിലർലി ഒരു ട്രേ ഗെയിം പോലെ നമ്മൾ ദൈനംദിനം യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഒരു പ്ലേറ്റ് ആവാം, ഫ്രൂട്ട് ആവാം, നമ്മുടെ ഹെയർ ക്ലിപ്പ് ആവാം, എന്ത് സാധനം ആണെങ്കിലും, കണ്ണാടി ആവാം. നമുക്ക് നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നമ്മൾ ട്രേയിൽ വെക്കുക, സാധനങ്ങൾ എന്താണെന്ന് നോക്കുക, അരച്ച് മൂടി വെക്കുക. എന്നിട്ട് അതിൽ ഏതൊക്കെ ഐറ്റംസ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റി അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഏതൊക്കെ ഐറ്റംസ് ഓർത്തെടുക്കാൻ പറ്റി എന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക. അപ്പം ഇവിടെ ഏതൊക്കെ ഐറ്റംസ് ഓർത്തെടുക്കാൻ പറ്റി എന്നുള്ളത് മാത്രമല്ല, എത്ര ഐറ്റംസ് ഞാൻ ഓർത്തെടുത്തു. അപ്പം അതിന്റെ നമ്പറും നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ആ നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് ഓർത്ത് വെക്കാനുള്ളതും നമുക്ക് കൂട്ടാൻ ഇടയാകും. അപ്പൊ ആ ഒരു കപ്പാസിറ്റി, നമ്മളുടെ കോഗ്നിറ്റീവ് കപ്പാസിറ്റിയും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കുക, അതും ഒരു നല്ലൊരു എക്സസൈസ് ആണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾക്ക് മിക്ക കടകളും എല്ലാം സൂപ്പർ മാർക്കറ്റ് പോലത്തെ കടകളാണ്. പണ്ടൊക്കെ ഈ സൂപ്പർ മാർക്കറ്റ്സ് ഇല്ലായിരുന്നു. പണ്ട് നമ്മൾ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നീ ലിസ്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഓർത്ത് വെച്ച് കടക്കാരനോട് പറഞ്ഞാലാണ് അവര് സാധനങ്ങൾ നമുക്ക് എടുത്തു തരുന്നത്. ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമ്മൾക്കെല്ലാം നമ്മുടെ മുന്നിലുണ്ട് സാധനങ്ങൾ. അപ്പം നമ്മൾ അത് പിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം പലപ്പോഴും നമ്മൾ ഒരു ലിസ്റ്റ് ഒന്നും തയ്യാറാക്കാതെയും ചിലപ്പോൾ പോയേക്കാം, എന്നാൽ തയ്യാറാക്കി പോകുന്നവരും ഉണ്ട്. ബട്ട്
ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മളൊരു കടയിൽ പോകുമ്പോൾ കാണുന്ന സാധനങ്ങൾ പെട്ടെന്ന് എടുത്ത് ബാഗിൽ ഇടുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ മുന്നിൽ ഒരു സാധനം കണ്ടു, ഇത് വേണം, അതെടുക്കും. അപ്പൊ ലിസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ നമുക്ക് വേണ്ടിയ സാധനങ്ങൾ എല്ലാം ഓർത്തെടുത്ത് അതിനെ കാറ്റഗറൈസ് ചെയ്തും നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് തയ്യാറാക്കാം. ഇപ്പം അടുക്കളയിലേക്ക് വേണ്ടിയ സാധനങ്ങൾ, ബെഡ്റൂമിലേക്ക് വേണ്ടിയ സാധനങ്ങൾ, അങ്ങനെ കാറ്റഗോറിക്കലി വേർഡ്സ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ അതും നമ്മളെ സഹായിക്കും. അപ്പൊ ആ തരത്തിലുള്ള ഒരു പ്ലാനിങ് അവിടെ ഡെവലപ്പ് ആവുകയാണ്. അപ്പൊ കാറ്റഗോറിക്കലി നമ്മൾ വേർഡ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പം അവിടെ പ്ലാനിങ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്പൊ നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യുമ്പോഴും ഈ സ്കിൽ അവിടെ ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ കാണാൻ ഇടയാകും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നത്. അതുപോലെ എല്ലാത്തിനും ഒരു റുട്ടീൻ ഉള്ളത് നല്ലതാണ്. നമുക്ക് എല്ലാം ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അത് ചെയ്യാതിരുന്നാലാണ് നമ്മൾ ഡിസോർഗനൈസ്ഡ് ആയി പോകുന്നതും നമ്മളുടെ തോട്ട്സും ഡിസോർഗനൈസ്ഡ് ആവുന്നതും. അപ്പൊ എല്ലാത്തിനും ഒരു ഓർഗനൈസേഷൻ ഉള്ളത് നല്ലതാണ്. എല്ലാത്തിനും ഒരു പ്ലാനിങ്, ഒരു ചിട്ടയുള്ളത് നല്ലതാണ്. ഇപ്പം നമ്മൾ ഒരു ഡെയിലി റുട്ടീൻ ആണെങ്കിൽ അത് എഴുതിയിടുക, അല്ലെങ്കിൽ ഇപ്പം ഒരാഴ്ചത്തേക്കുള്ള ആക്ടിവിറ്റീസ് ഇപ്പം നിങ്ങൾക്കറിയാം, ഇന്ന നാളെ ഇന്ന പ്രോഗ്രാം ഉണ്ട്, മറ്റന്നാൾ ഇന്ന ആക്ടിവിറ്റി ഉണ്ട്, അതെല്ലാം ഒരു ഡയറിയിൽ എഴുതി വെക്കുക, ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ അത്യാവശ്യം വന്നാൽ അലാംസ് സെറ്റ് ചെയ്യാം, റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാം. എന്നാൽ പറ്റുന്നിടത്തോളം ഈ അലാംസ് അല്ലെങ്കിൽ റിമൈൻഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം തനിയെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അതിനു വേണ്ടിയിട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടാലും കുഴപ്പമില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ ബുക്കിൽ എഴുതുന്നതും ഒരു അലാം സെറ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളൊരു ബുക്കിൽ എഴുതി വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ആ ബുക്ക് തുറക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എഴുതുമ്പോൾ തന്നെ നമ്മളുടെ ബ്രെയിനിൽ ഇൻഫർമേഷൻ കൂടുതലായിട്ട് സ്റ്റോർ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ബുക്ക് വീണ്ടും വീണ്ടും തുറന്ന് വായിക്കുമ്പോൾ ആ ഇൻഫർമേഷൻ റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. അപ്പം അവിടെ ഓർമ്മശക്തി, ആ ഒരു പ്ലാനിങ്ങും വീണ്ടും കൂടാൻ ഇടയാകും. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലും നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ പല എക്സസൈസസോ ആക്ടിവിറ്റീസോ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത്രമാത്രം ഇൻട്രസ്റ്റും ശ്രദ്ധയും മോട്ടിവേഷനും നമുക്ക് ഉണ്ടാവുള്ളൂ അത് ചെയ്യാനായിട്ട്. എന്നാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മളുടെ ഹോബീസ്, അത് ചെയ്യാനായിട്ടുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഉദാഹരണത്തിന് മ്യൂസിക്, പലർക്കും മ്യൂസിക് ഇഷ്ടമാണ്. അപ്പൊ മ്യൂസിക് കേൾക്കുക, മ്യൂസിക് പഠിക്കുക, മ്യൂസിക്കിൽ ഏർപ്പെടുക എന്നുള്ളത് വലിയൊരു കോഗ്നിറ്റീവ് സ്കില്ല് തന്നെയാണ്. മ്യൂസിക്കിന്റെ ട്യൂൺ, ഒരു പാട്ടിന്റെ ട്യൂൺ ഓർത്ത് വെക്കുക, അതിന്റെ ലിറിക്സ് ഓർത്ത് വെക്കുക, ആ പാട്ടിന്റെ റിതം അല്ലെങ്കിൽ അതിന്റെ ബീറ്റ്സ് ഓർത്ത് വെക്കുക, അതെല്ലാം ഒരു കോഗ്നിറ്റീവ് കോർഡിനേഷൻ ഇല്ലാതെ നമുക്ക് അത് സാധിക്കില്ല. അപ്പം കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഹോബീസിൽ നമ്മൾ ഏർപ്പെട്ടാൽ നമുക്ക് നമ്മുടെ കോഗ്നിറ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻഡ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ഗാർഡനിങ്, അവിടെയും ഒരുപാട് സീക്വൻസിങ്ങും പ്ലാനിങ്ങും ആവശ്യമുള്ള ഒരു സ്കില്ലാണ് ഗാർഡനിങ് എന്ന് പറയുന്നത്. ഫിസിക്കൽ എക്സസൈസസ് വളരെ ആവശ്യമാണ്. ഇപ്പം നമ്മൾ വാക്സിന് പോകുന്നു, ജോഗിങ്ങിന് പോകുന്നു, നമ്മളുടെ സ്റ്റാമിന ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് കോഗ്നിറ്റീവ്ലിയും അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മുടെ ബ്രെയിനിനെ അത് ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂട്ടാനുള്ള സാധ്യതയുണ്ടാവും. അതുകൊണ്ട് ഫിസിക്കൽ എക്സസൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിലും സജീവമായി ഇരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഭക്ഷണ രീതി, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷനൊക്കെ ആണെങ്കിൽ ഫുഡ് ഹാബിറ്റ്സിൽ ഒത്തിരി നിഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഏകദേശം ഒരു 3 meals in a day, ഒരു 3 full meals in a day ആണ് നമ്മളെല്ലാവരും സാധാരണ കഴിക്കാറുള്ളത്. ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ചിലപ്പോൾ ഇടയ്ക്കും നമ്മൾ എന്തെങ്കിലും കഴിച്ചെന്നിരിക്കും. പക്ഷെ ഇതാണ് ഹോൾ മീൽസ്, ഈ 3 നേരത്തെ ഭക്ഷണമാണ്. അപ്പം ഈ 3 മീൽസിലും ഒരു മീൽ പോലും മിസ് ചെയ്യരുത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യരുത് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഏറ്റവും അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം നമ്മൾക്ക് ചെന്നാൽ മാത്രമേ നമ്മൾക്ക് ചിന്തിക്കാനും ഓർത്തെടുക്കാനും ശ്രദ്ധിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം ഭക്ഷണം സ്കിപ്പ് ചെയ്താൽ നമ്മളുടെ
കോഗ്നിറ്റീവ് പ്രോസസ്സസിനെ എല്ലാം അത് ബാധിക്കും. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ വിശന്നിരുന്നാലും നമുക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പം ക്ലാസ് റൂമിൽ കുട്ടികൾ കഴിക്കാതെ വന്നിരുന്നു കഴിഞ്ഞാൽ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അവരുടെ തലയിൽ കയറില്ല, അവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകും. അപ്പൊ അവിടെ വരുമ്പം ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കാതെ വരുന്നു. അതുകൊണ്ട് ഭക്ഷണ രീതിയിലും നമ്മൾ ഒരുപാട് ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട്. 3 നേരത്തെ ആഹാരം കൂടാതെ നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്, അതും നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് ആയിരിക്കണം നമ്മളുടേത്. ഡയറ്റിൽ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസും അതുപോലെ എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്ന സാധനങ്ങൾ വേണം നമ്മൾ നമ്മുടെ ഡയറ്റിൽ കൊണ്ടുവരാൻ ചേർക്കാനായിട്ട്. അപ്പം അതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായ ഉറക്കം, സ്ലീപ്പ്, അതും അത്യാവശ്യം തന്നെയാണ്. ഇപ്പം പ്രത്യേകിച്ചും നമ്മളൊരു യങ്ങർ ജനറേഷൻ നോക്കുവാണെങ്കിൽ, ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ, ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഫുഡ് ഹാബിറ്റ്സും മോശമാണ്. അതുപോലെ തന്നെ അവരുടെ സ്ലീപ്പ് ഹാബിറ്റ്സും പലപ്പോഴും മോശമാണ്. ഇപ്പം ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ ഉറങ്ങുകയും നേരത്തെ എണീക്കുകയും, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ഉറങ്ങി കഴിഞ്ഞാൽ താമസിച്ചാണ് എണീക്കുന്നത്. അപ്പൊ താമസിച്ച് എണീക്കുമ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ മുടങ്ങുന്നു, പിന്നെ ഒരു നേരത്തെ ആഹാരം മാത്രം കഴിക്കുന്നു. അതുപോലെ ചിലപ്പം ലേറ്റ് ആയിട്ടായിരിക്കും കയറി കിടന്ന് ഉറങ്ങുന്നത്, ഉറങ്ങിയിട്ട് പിന്നെ പെട്ടെന്നായിരിക്കും രാവിലെ എണീറ്റ് ജോലിക്ക് പോകേണ്ടത്. അപ്പൊ അവിടെ സഫീഷ്യന്റ് സ്ലീപ്പ് കിട്ടുന്നില്ല. ചിലപ്പോൾ ഒരു 3 hours അല്ലെങ്കിൽ മാക്സിമം ഒരു 4 hours ഒക്കെ അവർക്ക് സ്ലീപ്പ് കിട്ടുന്നുണ്ടാവും. അപ്പം സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയാലും നമ്മളുടെ ബ്രെയിനിന് അത്യാവശ്യം ബ്ലഡ് ഫ്ലോ കുറയും, നമ്മളുടെ കോഗ്നിറ്റീവ് പ്രോസസ്സസ് എല്ലാം അവിടെ എഫക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്ലീപ്പ് ഡിപ്രൈവേഷൻ ഇപ്പോൾ ഒരു ദിവസമൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ അതൊരു നമ്മളുടെ റെഗുലർ ഒരു റുട്ടീനായിട്ട് മാറുകയാണെങ്കിൽ അത് നമുക്ക് പിന്നീട് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു യങ് ഏജ് ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉള്ളപ്പോൾ അവര് കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവർക്ക് പിന്നീടുള്ള വരാൻ പോകുന്ന പ്രായത്തിൽ അവർക്ക് വളരെ പെട്ടെന്നായിരിക്കും അവർക്ക് ഇത്തരത്തിലുള്ള മെമ്മറി ഡെഫിസിറ്റ്സും അറ്റൻഷൻ ഡെഫിസിറ്റും ഒക്കെ കാണിക്കാൻ ഇടയാകും. അതുപോലെ സോഷ്യൽ ഇന്ററാക്ഷൻസ്, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സോഷ്യൽ ഇന്ററാക്ഷൻ വളരെ അധികം ഉണ്ടായിരിക്കണം. എല്ലാവരുമായിട്ട് ഇടപെടുക, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ഓർത്ത് പറയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കൂ. ഇപ്പം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മളുടെ ഇന്ററാക്ഷൻസ് എല്ലാം നമ്മൾ ലിമിറ്റ് ചെയ്യാറാണ് പതിവ്. ഇപ്പം ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ചാറ്റ് മെസ്സേജിൽ അങ്ങ് ലിമിറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. പണ്ട് ഒരു പക്ഷേ നമ്മളൊരു കത്തയക്കും അല്ലെങ്കിൽ ഫോൺ വിളിക്കുമായിരുന്നു. ഇപ്പൊ ഫോൺ കോൾസും കുറഞ്ഞു. ഫോൺ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുകയും അവരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ ഒരുപാട് പേരുകൾ ഓർക്കുകയും നമ്മൾ പല ഇൻസിഡൻസിനെ കുറിച്ച് പറയുകയും അങ്ങനെ നമ്മൾക്ക് ധാരാളം അവിടെ വേർഡ്സ് റിട്രൈവലും അതിനെല്ലാം ഒരു സാഹചര്യം അവിടെ ഒത്തുവരികയാണ്. അതേസമയം നമ്മൾ ആരുമായിട്ടും ഇന്ററാക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന കോഗ്നിറ്റീവ് സ്കിൽസ് ഒന്നും ഉപയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. കണക്ടിവിറ്റി, സോഷ്യൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ കണക്ടിവിറ്റി, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണക്ടിവിറ്റി വളരെ അത്യാവശ്യമുള്ള കാര്യം. ഈ പറയുന്ന ആക്ടിവിറ്റീസ് കൂടാതെ ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് ആണ്. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം നമുക്ക് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ചില ടൂൾസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ മൊബൈലിൽ നമുക്ക് പല ഗെയിംസ് ഒക്കെ നമുക്ക് കിട്ടും, ആപ്ലിക്കേഷൻസും. നമുക്ക് കോഗ്നിറ്റീവ് സ്കിൽസ്, മെമ്മറി കൂട്ടാനുള്ള ഗെയിംസ്, പസിൽസ്. ഞാൻ നേരത്തെ കാണിച്ച ക്രോസ്വേർഡ് പസിൽസ് ഒക്കെ മൊബൈൽസിൽ വരെ നമുക്ക് കിട്ടും. അപ്പം അങ്ങനത്തെ ആപ്ലിക്കേഷൻസും ടൂൾസും അവൈലബിൾ ആണ്. അപ്പൊ അത്തരത്തിലുള്ള 2-3 ടൂൾസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം കമേഴ്ഷ്യലി സ്റ്റഡീഡ്, ഇഫക്റ്റീവ്നെസ് എല്ലാം പഠിച്ച ടൂൾസ് ആണ് ഇതെല്ലാം. ഇതിന്റെ ഇഫക്റ്റീവ്നെസ് ഒക്കെ റിസർച്ച് ചെയ്തിട്ടുള്ള ചില ടൂൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. പലതും പെയ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പം അത് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട്, റെഗുലർ ആയിട്ട് നമുക്ക് ഇതിൽ തരുന്ന എക്സസൈസസ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ തലച്ചോറിന്റെ ആരോഗ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം. അപ്പം ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഇന്ന് ഈ ഒരു സെഷനിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്.
എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫിസിക്കൽ ഹെൽത്തിന്റെ ഒപ്പം തന്നെ കോഗ്നിറ്റീവ് ഹെൽത്ത് കൂടി എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു. താങ്ക് യു മാഡം. ഇന്നത്തെ നമ്മുടെ പ്രസന്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പാർട്ടിസിപ്പൻസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ടീംസ് വഴി ജോയിൻ ചെയ്തവർക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. യൂട്യൂബിൽ ജോയിൻ ചെയ്തവർക്ക് ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ഇടാം. ഞങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കും. മാഡം, നമുക്കിനി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ. നമുക്ക് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ പ്രസന്റേഷനെ കുറിച്ച്. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു എന്ന്. മറ്റു ചോദ്യങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. താങ്ക് യു. താങ്ക് യു. മാം, നമുക്ക് യൂട്യൂബിൽ ഒരു ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എപ്പിലെപ്സി പേഷ്യൻസിന് കോഗ്നിറ്റീവ് തെറപ്പി ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൗ ടു മാനേജ് എപ്പിലെപ്സി പേഷ്യൻസ് ഇൻ കോഗ്നിറ്റീവ് തെറപ്പി? ഓക്കെ. എപ്പിലെപ്സി പേഷ്യൻസിലും ചിലപ്പം കോഗ്നിറ്റീവ് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഒരു അസസ്മെന്റ് നടത്തണം. എന്ത് ടൈപ്പ് ഓഫ് കോഗ്നിറ്റീവ് ഇഷ്യൂസ് ആണ് അവർ കാണിക്കുന്നതെന്നുള്ളത്. അപ്പം അസസ്മെന്റിന്റെ ബേസിസിലാണ് നമ്മൾ അവർക്ക് തെറപ്പി പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഏത് ആസ്പെക്ട് ആണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളത്, ഇപ്പം കോൺസെൻട്രേഷൻ ആണോ, അറ്റൻഷൻ ആണോ, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു കുട്ടിയാണ് അവർ കാണിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസോ എക്സസൈസസോ ആണ് നമ്മൾ നൽകുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അവരുടെ ഡെഫിക്കൽട്ടി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഇത്തരത്തിലുള്ള എക്സസൈസസ് കൂടുതലായിട്ട് അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അറ്റൻഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനുള്ള എക്സസൈസസ് ആണ് നമ്മൾ തെറപ്പിയിലൂടെ കൊടുക്കുന്നത്. നല്ല ക്ലാസ് ആണ്. താങ്ക് യു. താങ്ക് യു. മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ നിർത്തുകയാണ്. ഇന്നത്തെ നിഡാസിൽ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ പാർട്ടിസിപ്പൻസിനും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇന്നത്തെ ഈ ക്ലാസ് എടുത്ത ഡോക്ടർ വിനീതയ്ക്കും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം. അടുത്ത നിഡാസ് അടുത്ത മാസം 3-ാമത്തെ ശനിയാഴ്ച വിഷയം അറിയിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു.